ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാലഡ്. നമുക്കെല്ലാം അറിയാം, എല്ലാ നേരവും ഭക്ഷണത്തിന് മുമ്പായി സാലഡ് കഴിക്കണം. ഇത് ദഹനത്തിനും രോഗപ്രതിരോധത്തിനും ഒക്കെ സഹായിക്കും. ഫൈബർ റിച്ച് ആയ കാരണം വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും വളരെ പ്രയോജനകരമാണ്. ഇത് ഓഫീസിൽ പോകുന്നവർക്ക് ടിഫിനിലൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഡ്രസ്സിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ഡ്രസ്സിങ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. ഇതിനെ സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായി നാരങ്ങയുടെ നീരെടുക്കാം. 2 നാരങ്ങയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ദിൽ ലീഫ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ദിൽ ലീവ്സ് ശതക്കുപ്പ, സോവ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ലീഫിന് പകരം വേണമെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് നാരങ്ങ നീരിലേക്ക് ചേർക്കണം. ഇനിയും ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. ഒരു 1/4 കപ്പ് ഒലിവ് ഓയിൽ ചേർക്കുന്നു. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂൺ റോക്ക് സോൾട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ നോർമൽ സോൾട്ടും, കുറച്ച് ബ്ലാക്ക് പെപ്പർ ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തിടാം. ഇത് 1 ടീസ്പൂൺ മസ്റ്റർഡ് പേസ്റ്റ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ അടിച്ച് യോജിപ്പിക്കണം. സാലഡ് ഡ്രസ്സിങ് ഇങ്ങനെ വളരെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇതുണ്ടാക്കി ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ 2-3 ദിവസത്തേക്ക് വെക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ ഒഴിച്ച് ഉപയോഗിക്കാം. ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അതൊന്ന് സെറ്റായി വരട്ടെ. ഈ സമയത്ത് സാലഡ് തയ്യാറാക്കാം. സാലഡ് തയ്യാറാക്കാനായി 2 ക്യുക്കുംബർ, 1 ടൊമാറ്റോ, 1 ക്യാരറ്റ് ഇതെല്ലാം ഒന്ന് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നു. അടുത്തതായിട്ട് കുറച്ച് സാലഡ് ലീവ്സ് വേണം. ലെറ്റസ് ലീവ്സോ പല കളറിലുള്ള ലീഫെല്ലാം കൂടെ സാലഡ് ലീവ്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. കെയിൽ ലീവ്സ്, മിക്സ് സാലഡ് ലീവ്സ് ഇവകളെല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊരു വലിയ സാലഡ് ബൗളിലേക്ക് മാറ്റാം. ആദ്യം ഇലകൾ വെച്ച് കൊടുക്കാം. ഇനിയും അരിഞ്ഞെടുത്ത് വെച്ച ക്യാരറ്റും ടൊമാറ്റോയും ക്യുക്കുംബറും ചേർക്കാം. ഒണിയൻ ഒരെണ്ണം വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഫീറ്റ ചീസ് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തത് ചേർക്കുന്നു. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയും നമ്മൾ തയ്യാറാക്കിയ ഡ്രസ്സിങ് ഒന്ന് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചീസിൽ ധാരാളം പ്രോട്ടീൻസും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രസ്സിങ് മിക്സ് ചെയ്യുന്നത് സാലഡ് സെർവ് ചെയ്യുന്നതിന് 5-10 മിനിറ്റ് മുമ്പേ ആകാവൂ. അല്ലെങ്കിൽ പിന്നെ ആ ക്രഞ്ചിനെസ് കിട്ടുകയില്ല. ടിഫിനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഡ്രസ്സിങ് വേറെ ആയിട്ട് ഒരു ചെറിയ ഡബ്ബയിലോ ബോട്ടിലിലോ എടുക്കണം. ഈ ടേസ്റ്റി സാലഡ് ഉണ്ടാക്കി നോക്കൂ. വീട്ടിൽ കുട്ടികളും എല്ലാം ഇഷ്ടത്തോടെ കഴിക്കും. ഇന്നത്തെ സാലഡും സാലഡ് ഡ്രസ്സിങ്ങും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ എത്തും. തീർച്ചയായും കാണണം. താങ്ക് യു.